closer. I believe ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ജോർജ് സാറും കുടുംബവും നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ബാംഗ്ലൂർ സ്വന്തമായിട്ട് ഭവനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ നിമിഷം വരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. സ്വന്തമായിട്ട് ഭവനം ഉണ്ടാവുക എല്ലാവരുടെയും സ്വപ്നമാണ്. തീർച്ചയായിട്ടും അവരുടെ കഷ്ടപ്പാടുകൾക്കെല്ലാം ദൈവം പ്രതിഫലം കൊടുത്തു. ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം നേതൃത്വം കൊടുക്കാൻ ജോർജ് സാറിൻ്റെ സഹോദരൻ തോമസ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. തോമസ് അച്ഛൻ നിങ്ങളുടെ എല്ലാവരുടെയും പേര് കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛന് എല്ലാവിധ ഈസ്റ്റർ 2 ദിവസമായിട്ടുള്ളൂ, എങ്കിലും ഒരാഴ്ചയായിരുന്നുള്ളൂ. എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ഈ ഭവനം തമ്പുരാന് സമർപ്പിക്കുകയാണ്. ഇന്നു മുതൽ ഈ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ച് ഈ ഭവനത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും പരിപാലനവും സംരക്ഷണവും എല്ലാം തമ്പുരാൻ ഏറ്റെടുക്കുന്ന പുണ്യപ്പെട്ട നിമിഷങ്ങളാണിത്. അതുകൊണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ. തമ്പുരാനെ ഈ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഈ ഭവനത്തെ അങ്ങയുടെ ഭവനമാക്കി മാറ്റണമേ. മനുഷ്യനിർമ്മിതമായ ഭവനത്തെ ദൈവത്തിൻ്റെ ഭവനമാക്കി മാറ്റുന്ന പുണ്യപ്പെട്ട കർമ്മമാണ് ഈ തിരുക്കർമ്മങ്ങളിലൂടെ ഇവിടെ നടത്തുക. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ഭവനം ദൈവത്തിൻ്റെ ഭവനമായി എല്ലാവരും കാണുകയും ഇവിടെ പ്രവേശിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവുമൊക്കെ അനുഭവിക്കാനും ഇടയാകണം. നമ്മളിവിടെ ചെയ്യുന്ന പാകപ്പെടുന്ന ഭക്ഷണങ്ങൾ എല്ലാം അനുഗ്രഹമായി മാറണം. അതിനെല്ലാം വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ രൂപങ്ങളാകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ രൂപത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ രൂപം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഓർമ്മ ഞങ്ങളിൽ എന്നും നിലനിർത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഈ രൂപത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കുരിശുമരണം വഴി ലോകത്തെ രക്ഷിക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ നിയോഗിച്ച ദൈവമേ, അങ്ങയുടെ അടയാളമായ ഈ കുരിശുരൂപം ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ലോകത്തിന്റെ ജീവനുമായ മിശിഹായുടെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ അടയാളത്താൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുവാൻ ഈ രൂപം ഞങ്ങളെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുകയും വിശുദ്ധിയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും രൂപങ്ങളെ ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഈ രൂപത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ വിശുദ്ധരുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധരായി ജീവിക്കുവാനും പരിശുദ്ധരോടുകൂടെ അങ്ങയെ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പേജ് 22. ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അന്യസ്ഥലത്തായിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സ്ഥലത്തിന്റെ നാഥാങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. ആമേൻ. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഓരോരുത്തനും തൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിൻ്റെ കുറെ രക്തമെടുത്ത് വീടിൻ്റെ കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും, എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. നമ്മുടെ ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനിയും ഒരു ധനാഢ്യനുമായിരുന്നു. ഈശോയെ ഒന്ന് കാണുവാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവിടുത്തെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കേവൂസ് മുമ്പേ ഓടി വഴിയിലുള്ള ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്തെന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി, സക്കേവൂസെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ്. സക്കേവൂസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുത്തെ സ്വീകരിച്ചു. കണ്ടു നിന്നവർ
ഇയാൾ ഒരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നല്ലോ എന്ന് പുച്ഛഭാവത്തിൽ സംസാരിച്ചു. സക്കേവൂസ് അതൊന്നും ഗൗനിക്കാതെ അവിടുത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അരുളി ചെയ്തു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2 വാക്കുകൾ പറയാതെ പറ്റില്ല. എന്റെ മനസ്സ് നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ചിന്തയുണ്ടാവുക, അത് ഇങ്ങനെ ഒരു വലിയ ഒരു സംഗമത്തിന് അതിലേക്ക് പോയി ഉടനെ വരാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടെ. ആയിരിക്കുമ്പോൾ ഞാൻ വലിയ അങ്കിളിലേക്ക് ടെലിഫോൺ ചെയ്തപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, അങ്കിളിൻ്റെ ഒരു വാക്കാണ്, സന്തോഷം ഉറപ്പായിട്ടും വരണം, വന്നാലേ ഒക്കുള്ളൂ, എങ്ങനെയും വരണമെന്ന്. അങ്ങനെ ആ വാക്കിൽ ഞാൻ വരാനായിട്ട് തീരുമാനിക്കുന്നതും ആലോചിക്കുന്നതും. അപ്പോൾ എനിക്ക് അവിടുന്ന് പോരാൻ ഒഴിവ് കിട്ടണം. അതിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്രമീകരിക്കപ്പെടുകയാണ്. ഒരു വാക്ക് എല്ലാം മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ വാക്കിന് വില കൊടുക്കുമ്പോഴാണ് ആ വ്യത്യാസങ്ങൾ, ദൈവാനുഗ്രഹം അവിടെ വരുന്നത്. സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, സക്കേവൂസ് ഇതൊന്നും ആഗ്രഹിച്ചിരുന്നു, ഈശോയെ ഒന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, സക്കേവൂസ് ഇറങ്ങി വാ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരിക. ആ ഒരു സംഘം, ഒരു കണ്ടുമുട്ടൽ, ആ ഒരു എൻകൗണ്ടർ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുകയാണ്. സന്തോഷം, ആശ്വാസം ലഭിക്കാൻ ഇടയാവട്ടെ. വലിയ മാറ്റങ്ങൾക്ക് നമ്മളുടെ കണ്ടുമുട്ടലുകൾ കാരണമാവട്ടെ. സക്കേവൂസിന്റെ ലൈഫിലുണ്ടായ ഇന്ന് ഈ ഭവനിൽ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന ഈശോയുടെ വാക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് നോക്കി ഈശോയ്ക്ക് പറയാൻ ഇടയാവട്ടെ. നീ ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ കൃപയുടെ കണ്ടുമുട്ടലുകൾ നമുക്കുണ്ടാവട്ടെ. നല്ല ആശംസകൾ, നല്ല സമയം, നല്ല ദിവസം ഉണ്ടാവട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് ഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്തീയത നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ അങ്ങയുടെ പുതിയ കൽപ്പനയുടെ സ്വഭാവയോടുകൂടി ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റു ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ ഒരു കുടുംബത്തിന് മാതൃക അനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച കാരണവാനായ കർത്താവേ, പുതുതായി രൂപം കൊണ്ട ഈ ഭവനത്തെയും ഈ കുടുംബത്തെയും ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകിയതിനെ കാത്തുരക്ഷിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്ര എന്നും എന്നേക്കും അനുഗ്രഹീതമാകട്ടെ. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, വിശേഷ പിതാവേ, ഞങ്ങളുടെ ഈ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ കുടുംബത്തിൽ കാനായിലെ കല്യാണ വിരുന്നിലായിരുന്ന പോലെ സദാസമയം കുടുംബത്തിലായിരുന്നുകൊണ്ട് അമ്മയെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകും. നമ്മുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകും. നമ്മുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിങ്ങളുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മാതാപിതാക്കളെ
നമുക്ക് പ്രത്യേക വിധമായി ഓർക്കാം. ചാച്ചനും അമ്മയുണ്ട്, ലവലിയുടെ പപ്പയുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മധ്യസ്ഥവും അനുഗ്രഹവും നമുക്കുണ്ടാവട്ടെ. കരുണവാനും വംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി വേർതിരിച്ചു പോയ ഞങ്ങളുടെ സഹോദരരെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ മഹത്വത്തോടുകൂടി ആദരാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളുടെ സഹോദരരെ നീ സ്വീകരിക്കണമേ. നീന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി സ്തുതിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. കരുത്തിന്റെ നാഥ എന്നേക്കും ആത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉണ്ടാകുവാൻ നീ അനുവദിക്കരുത്. ഇവിടെ പാകപ്പെടുന്ന ഭക്ഷണങ്ങൾക്ക് രുചികരവുമായി എല്ലാവർക്കും ലഭിക്കുവാൻ കർത്താവെ നീ ഇടവരുത്തണമേ. കാരുണ്യവനായ ദൈവമേ, അവിടെ നൽകിയിരിക്കുന്ന പൗരോഹിത്യകാരം ഉപയോഗിച്ച് ഈ സ്ഥലത്തെ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് മക്കൾക്ക് ഭക്ഷണം പാകപ്പെടുത്തുവാൻ ഞങ്ങളുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവിടെ ഭക്ഷണം പാകപ്പെടുന്ന എല്ലാവരെയും അവിടെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. This is the promise of love. There shall be seasons refreshed, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, send them upon us, O Lord. Grant to us now a refreshing. Come and now honor thy word. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, oh that today they might fall. Now as to God we're confessing, now as on Jesus we call. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing. അത്യുന്നതന്റെ മറവിൽ
സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. വേടന്റെ കെണിയിൽ നിന്നും മാരകമാം മാരിയിൽ നിന്നും നിന്നെ രക്ഷിക്കും, തൂവൽ കൊണ്ടു മറയ്ക്കും, ചിറകിൻ കീഴിൽ നിനക്കഭയമേകും. വിശ്വസ്തത കൊണ്ടു നിന്നെ കവചമണിക്കും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ഭീകരത നിറഞ്ഞ രാത്രിയും പകൽ പറക്കും അസ്ത്രത്തെയും തെല്ലും ഭയം വേണ്ട കൂരിരുട്ടിനെയും നട്ടുച്ചയ്ക്കണയും വിനാശത്തെയും പേടിക്കേണ്ട ദൈവം കൂടെയുണ്ട്. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. നിൻ പാർശ്വത്തിലായിരങ്ങൾ, വലം ഭാഗെ 10,000 മരിച്ചു വീണേക്കാം, ഭയപ്പെടേണ്ട നീ. അനർത്ഥങ്ങളൊന്നും നിന്നെ തൊടുകയില്ല, ദുഷ്ടന്റെ പ്രതിഫലം നീ കണ്ടിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. നിൻ വഴിയിൽ നിന്നെ കാത്തിടാൻ ദൂതരോടു കൽപ്പിച്ചിടും. നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. അത്യുന്നതൻ നിന്നെ വഹിച്ചുകൊള്ളും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ
പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. സിംഹത്തെ ചവിട്ടിയിടിലും സർപ്പത്തെ മെതിച്ചിടിലും സ്നേഹത്തിൽ നീ എന്നോടൊത്തി നിന്നതാൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. എൻ നാമത്താൽ നീ രക്ഷ നേടിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്നെ
ചൊല്ലുന്നു നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്ക്